വ്യാജ ഫോൺ നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്തു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ ഈ സൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ നിർബന്ധമാക്കും. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശരത്, അപ്പോ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നീക്കം? ഈ നീക്കങ്ങൾ അത് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കും, അതനുസരിച്ചിട്ടുള്ള ഈ സൈനിങ് ഏർപ്പെടുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. കാരണം വോട്ട് ചോരി വിവാദത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ ബാംഗ്ലൂരിലെ ഒരു മണ്ഡലത്തിൽ തന്നെ വോട്ട് ചേർത്ത വോട്ട് അത് തള്ളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇത് അസാധ്യമെന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് അതിനോടുള്ള പ്രതികരണം പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുകയും അതിന് നിജസ്ഥിതി അന്വേഷിക്കുകയും ചെയ്യാതെ തന്നെയായിരുന്നു അന്ന് അത്തരം ഒരു നിഷേധക്കുറിപ്പ് ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്.